ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഒരുപാട് ദിവസമല്ല, ഒരു 2-3 മാസത്തോളമായി നമ്മൾ ഒന്നൊന്നോ വീഡിയോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെയുള്ള കുറച്ച് വീഡിയോസാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ ഒരേ ടൈപ്പ് വീഡിയോ ആയ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആക്കി മാറ്റി പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, യാ വാവ്, ആന വാ പൊളിക്കുന്ന കണ്ട് അണ്ണാ വാ പൊളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും എനിക്ക് കണ്ടിട്ട് കുറച്ച് കാലം മുമ്പേ ഉള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഫെയർ ലവ്ലി ആണോ? മലയാളി ആണല്ലോ. ഫെയർ ലവ്ലി ആണ്. എന്താ വരാത്ത? ഗൈസ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു സംഭവം നമ്മുടെ ലൈഫിൽ ചില ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും സാധനം പിടിച്ച് ഞെക്കിയാൽ ചിലപ്പം വരില്ല, അതിൻ്റെ ആ ഒരു ഭാഗത്ത് ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്താ വരാത്ത നോക്കിയിട്ട് മുഖത്തോട്ട് തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഞെക്കുമ്പോഴായിരിക്കും മുഖത്തോട്ട് തെറിക്കുന്നത്. കുറേ ആളുകൾക്കൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത് പാളിപ്പോയിട്ട് ഈ കുട്ടിയുടെ ഈ വീഡിയോ എങ്ങനെ ലീക്കായെന്ന് അറിയില്ല. എന്തായാലും ഈ വീഡിയോ ലീക്കായതുകൊണ്ട് ഈ കുട്ടി അറിയപ്പെട്ടിട്ടുണ്ടാവാം. മലയാളമാണ് ഫസ്റ്റ് സംസാരിച്ചേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാണാം. എൻ്റെ മോനെ, അത്രയും വലിയ ലോറി ഉണ്ടായിട്ട് അവനത് കണ്ടില്ലേ? ഇവരാരാ സൈക്കിൾ മേടിച്ചു കൊടുത്ത്? അത്രയും വലിയ ലോറി അവിടെ ഉണ്ടായിട്ട് അവൻ കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പൊളിയായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. നമുക്ക് അടുത്ത് കാണാം. എൻ്റെ മോനെ, അത് പൊളിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. ഇതേപോലെ ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ, മലയാളത്തിൽ തന്നെയാണ്, വായിലോട്ട് മീനെടുത്തിട്ട് വായ പൊത്തി പിടിക്കുന്നത്, മീനിട്ടിട്ട്. അതേത് സിനിമ എനിക്കറിയില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഓക്കെ, നമുക്ക് തന്നെ അടുത്ത് കാണാം. ഇങ്ങനെ കുറേ എണ്ണുണ്ട് ഗൈസ്. ഇവന്മാരായിട്ട് ഒരിക്കലും നമുക്ക് പിരിയാനും പറ്റൂല. ഇമാതിരി പണിയാണ് നമുക്ക് തരികയും ചെയ്യുക. ഏതാണ്, സെന്നെങ്ങാണ്ടാണോ കാറ്? സെന്നാണോ അല്ലെങ്കിൽ വേറെ ഒന്ന് പുറത്തുള്ള ഏതോ വലിയ കാർ ആണോ? ഏതോ കാറാട്ടെ, എന്തായാലും ബാക്ക് പോയി തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകളാണ് ഒന്നൊന്നോ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. വാവ്, ഇതെന്താണ്? വെള്ളത്തിൽ ആണല്ലോ. ട്യൂബാണോ ഇത്? ട്യൂബിൻ്റെ വേറെ ഏതോ ലെവൽ സാധനമാണ്. അതെന്തായാലും പൊളിച്ചു കിട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചിരിക്കാൻ മാത്രം ഉണ്ടല്ലേ ഗൈസ്. ഇതുപോലുള്ള വീഡിയോസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അതൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഇത് കണ്ടുപിടിക്കാനാണ് പണി. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. ഇതെന്തോ ആ സൗണ്ടില്ലേ? ഇതെന്താ നിലത്തെന്താ? ഓ, റോസാപ്പൂവിൻ്റെ ഇതളുകൾ എന്തോ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഉറക്കപ്പായെന്ന് എണീച്ച് പോരുകയാണെന്ന് തോന്നുന്നേ. യെസ്, അതെ, നിലത്ത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ വെച്ചിട്ടുണ്ട്. സർപ്രൈസ്. ഓ ഓ ഗൈസ്, സംഭവം അത് കിച്ചണിലോട്ടാണ് കൊണ്ടുപോയത്. കിച്ചണിൽ ഒരുപാട് പ്ലേറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാതെ മടി പിടിച്ച് അവിടെ കിടന്നു ഉറങ്ങുകയാണ്. അപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത അതാണ്. ഓക്കെ, എന്തായാലും പൊളി സർപ്രൈസ് ആയിരുന്നു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓ, ഇതും സർപ്രൈസ് ആണല്ലോ. ഒരു റിങ് പ്ലാറ്റിയാണോ എന്തോ ആട്ടെ. അത് ഒരു ഹൈഡ്രജൻ ബലൂണിൽ കെട്ടി വെച്ചിട്ടുണ്ടേ. പ്രപ്പോസ് ചെയ്താണോ? ഗൈസ്, ആ ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ, ഈ സർപ്രൈസ് കിട്ടിയ സർപ്രൈസ് ആണോ എന്തോ പ്രപ്പോസ് ചെയ്തതാണോ എന്തോ ആവട്ടെ, എന്തോന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, നമുക്ക് കാണാൻ കഴിയില്ല.
അപ്പോൾ അത് കണ്ട സന്തോഷം കൊണ്ട് കയ്യിൽ നിന്ന് ഹൈഡ്രജൻ ബലൂൺ പോയി. ബട്ട് അതായിരുന്നു ഏറ്റവും വില കൂടിയ സാധനം. അതിൽ റിങ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയൊന്നും ആരും സർപ്രൈസ് കൊടുക്കരുത്, ചിലപ്പം പണി പാളും. ഓക്കേ, നമുക്ക് അടുത്ത് കാണാം. വാവ്, ഇതെന്തുവാ, ജെറിയാണോ? എന്താ അത്? അല്ല, ആ കത്തിക്ക് അത്രയൊക്കെ പവറുണ്ടോ? ഏയ്, പിന്നെ എങ്ങനെ അടിയുള്ളത് മുറിഞ്ഞേ? അടിയുള്ളത് മുറിഞ്ഞിട്ടുണ്ട്, അതിന് നല്ല കട്ടി ഉണ്ടാവില്ല കട്ടിങ് ബോർഡിന്. എന്തായാലും ഒറ്റ വെട്ടിന് അത് കട്ടായി പോയിട്ടുണ്ട്. ഒന്നൊന്നോ വീഡിയോകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. എന്ത്? ഓ, സ്ക്രീൻ ടി വി. പുതിയ ടി വി മേടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ കവർ അയക്കുക കേട്ടോ. റിമൂവ് ചെയ്യുകയാണ്. വാവ്, ഗൈസ്, നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള അത് യൂസ് ചെയ്യുക പോലും ചെയ്യാതെ അതിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും എടുത്ത് കളയുമ്പോഴൊക്കെ അത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതും നിലത്ത് വീണ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നമ്മൾ വാങ്ങിയതല്ല, വീട്ടുകാർ മേടിച്ചാണെന്നുണ്ടെങ്കിൽ പെരടിക്ക് 4 എണ്ണം കിട്ടും. അത് വേറെ കാര്യമോ. ആ സ്റ്റിക്കർ അവിടെ കുറച്ച് കാലം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ സ്ക്രീൻ കവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പ്രശ്നം? പൊടി കയറി അലമ്പാകാന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ അത് വലിയ സംഭവമാക്കിയിട്ട് ആദ്യം തന്നെ അയച്ചേ? അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ചില ആളുകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും അതൊക്കെ. അപ്പോൾ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. वेलकम टू माय चैनल। आज मैं बनाने वाली हूँ रेहू फिश करी। ഇതോടെ ആ ഫിഷ് കറി ഉണ്ടാക്കുന്ന ചാനൽ നിർത്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അച്ഛനോ ഹസ്ബൻഡോ ആരായാലും ചിലപ്പോൾ നല്ല കിട്ടിയിട്ടുണ്ടാവും. ഇനി ജീവിതത്തിൽ ഫിഷ് കറി ഉണ്ടാക്കി യൂട്യൂബിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വേറെ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരും കേട്ടോ. ഫസ്റ്റ് തന്നെ ചെറിയ കുട്ടി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഓരോ സംഭവങ്ങളുണ്ട്. എഗ്ഗ് പൊട്ടിക്കുമ്പോൾ എഗ്ഗ് വേറെ ഏതോ ഭാഗത്തൂടെ പോകുന്നതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ചിരി വരും ഗൈസ്. അത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെയാണ്. എന്തായാലും നമുക്ക് അടുത്തൊന്ന് കാണാം. ഇതെന്തോ പറഞ്ഞത്? ബക്കറ്റോ? വെള്ളം കോരുവാണോ? ഓ, പൂച്ച. ഗൈസ്, നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? സംഭവം എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? സംഭവം എന്താണെന്നറിയോ ഗൈസ്? ഒരു കുഴൽക്കിണർ, ആദ്യം നല്ല വീതിയുള്ള കുഴൽക്കിണറുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പൂച്ചയും മനുഷ്യനൊക്കെ വീഴും. ഇപ്പോഴുള്ളതിൽ വീഴത്തൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് പൂച്ച എങ്ങനെയോ ബക്കറ്റിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് പുറത്തോട്ട് വിട്ടപ്പോൾ അടുത്ത കുഴൽക്കിണറിൽ പോയി ചാടി. അതാണ് അവിടെ സംഭവം നടന്നത്. അതിനെ പിന്നെ എടുത്ത് കാലേ വാരി നിലത്ത് 4 അടി കൊടുക്കണം. അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യേണ്ടത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം അതിനെ വലിച്ചൂരി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അടുത്ത് കാണാം ഗൈസ്. ഓ, ഒരു മരമാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വെയിറ്റല്ലേ തൂങ്ങാൻ പറ്റുള്ളൂ. ഈ മരത്തിന് അറിഞ്ഞൂടല്ലോ ഇതിന് 150 കിലോ ഉണ്ട് എന്നുള്ള കാര്യമോ. എന്തായാലും മരത്തിലൊക്കെ തൂങ്ങുന്ന ആളുകൾ സൂക്ഷിക്കുക. മരത്തിൻ്റെ മറ്റേ ഭാഗം ചിലപ്പോൾ ഉണങ്ങി കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ പലരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്തിട്ട് 3 മാസത്തോളമായി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാം. ഇതുപോലുള്ള വീഡിയോസ് കിട്ടിയാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കഷ്ടപ്പാടാണ് ഇതൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് തപ്പിപ്പിടിച്ച് കൊണ്ടുവരണ്ടേ, അതുകൊണ്ടാണിത്. അപ്പോൾ എന്തായാലും ഒരു കിള്ളം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.